ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളതായ ക്രോപ്പ് ടോപ്പാണ്. ടീനേജേഴ്സിന് ഇടാൻ പറ്റുന്ന മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഇത് ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് റോപ്പൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രീ സൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ബാക്കിൽ റോപ്പ് ടൈ ചെയ്തിട്ട് മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ നമ്മുടെ തുണികൾ മടക്കിയിട്ടിട്ടുണ്ട്. ബേബി പിങ്ക് കളർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മാർക്കിങ്സ് തുടങ്ങുകയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടും മോഡലായിട്ടും നിങ്ങളുടെ ടീനേജേഴ്സിന് ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ല ഭംഗിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന സ്ലീവിൻ്റെ പീസാണ്. ഈ ഒരു ക്രോപ്പ് ടോപ്പിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് പ്ലീറ്റ്സ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. സ്ലീവിലാണെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലാണെങ്കിലും കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളുടെ ഈ ക്രോപ്പ് ടോപ്പ് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്യാൻ പോവാണ്. പ്ലീറ്റഡ് സ്ലീവ്സ് കട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഈസി മെത്തേഡാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ലെങ്ത്ത് 10 ഇഞ്ചസ് ആണ്. വിത്ത് 8 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. ഫ്രീ സൈസ് ആയതുകൊണ്ട് ലൂസായിട്ടാണ് സ്ലീവ് ഉണ്ടാവുക. പിന്നെ നമ്മൾ പ്ലീറ്റ്സും കൂടി അടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. ബോഡി പാർട്ടിലുള്ളതായ ആം ഹോൾ വെച്ചിട്ടാണ് നമ്മളുടെ സ്ലീവ്സ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ അത് നമ്മുടെ നോർമൽ സ്ലീവിൻ്റെ മെഷർമെൻറ്റാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിന് എന്ത് ചെയ്യണം, നമ്മളൊന്ന് പ്ലീറ്റഡ് സ്ലീവായിട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ അതേ ഈ ഒരു തുണി കറക്റ്റ് നടുഭാഗം മടക്കുന്ന സ്ഥലം എവിടെ വരുന്നതെന്ന് വെച്ചെങ്കിൽ അവിടെ വെച്ചിട്ടാണ് ആദ്യത്തെ മാർക്കിംഗ് കൊടുക്കുന്നത്. ഞാനിങ്ങനെ ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഹാഫ് പോർഷനും കൂടി എടുക്കുന്നുണ്ട്. ആ ഹാഫ് പോർഷനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്രമാത്രം പ്ലീറ്റ്സ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഞ്ചസ് കൂട്ടാം. ഞാനിവിടെ ഒരു 3 ഇഞ്ചസ് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. എന്നിട്ട് കറക്റ്റായിട്ട് ആ നടുവിൽ മാർക്ക് ചെയ്തില്ലേ ആ മാർക്കിങ്സിലേക്ക് നമ്മുടെ ആം ഹോൾ വളഞ്ഞ് കറക്റ്റായിട്ട് വരണം. അപ്പോഴാണ് നമ്മുടെ പ്ലീറ്റഡ് സ്ലീവ് നല്ല ഭംഗിയിലും പെർഫെക്റ്റിലും വരുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഫ് സ്ലീവ് അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. ബാക്കിലത്തെ ഓപ്പണിംഗ് ആണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിലേക്ക് ഹുക്കോ ബട്ടനോ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതേ നമ്മൾ നല്ല ഭംഗിയിൽ തയ്ച്ചെടുക്കാൻ പോവാണ്. ആദ്യം നമ്മുടെ ആ ബട്ടൺ വെക്കുന്ന സ്ഥലത്തിന് 2 സൈഡിലായിട്ട് തുണി വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഷോൾഡേഴ്സ് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇത്രയും കൂടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോകുന്നത് നമ്മുടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാനാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്ക്
നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ എല്ലാ വീക്കിലും ഓരോ വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. സ്റ്റിച്ചിങ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോന്നും തയ്ക്കുന്നത് ക്രിയേറ്റീവായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മളിനി സ്ലീവ്സിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. ആദ്യം പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കാം. ഞാൻ ഡയറക്റ്റ് സ്ലീവ് വെച്ചിട്ട് തന്നെയാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ സെൻറ്റർ പോർഷൻ സെൻറ്ററിലേക്ക് വരാനായിട്ട് ശ്രദ്ധിച്ച് അടിച്ചു കൊടുത്താൽ മതി. നമ്മളുടെ ഷോൾഡറിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു. ഇനി നമ്മളുടെ എൽബോൻ്റെ അവിടെയും കൂടി ഒരു 4 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ സ്ലീവ് കറക്റ്റായിട്ട് നടുഭാഗം കിട്ടുന്ന രീതിയിൽ മടക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ മാർക്കിങ്സിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 പ്ലീറ്റ്സും കൂടി ഇട്ട് കൊടുത്താൽ നല്ല പഫി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ലീവ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ക്രോപ്പ് ടോപ്പിനല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചുരിദാറിനാണെങ്കിലും ബ്ലൗസിനാണെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ലീവാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിലേക്ക് ടൈ ചെയ്യാനായിട്ടുള്ള റോപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് സൈസ് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റൊക്കെ ആണെങ്കിൽ റോപ്പ് വയ്ക്കണമെന്നില്ല. ഇതൊരു ഫ്രീ സൈസാണ്. അപ്പോൾ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ടീനേജേഴ്സിനും ഇടാൻ പറ്റുന്ന രീതിയിൽ ഫ്രീ സൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് കാരണമാണ് നമ്മൾ റോപ്പ് ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിലത്തെ റോപ്പ് ടൈ ചെയ്യാനുള്ളത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് സൈഡിലും കൂടി 4 പ്ലീറ്റ്സ് 2 സൈഡ്സിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മളുടെ തുണി കറക്റ്റായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ നടുഭാഗം വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യാം. അവിടുന്ന് 2 സൈഡ്സിലും തന്നെ കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്രോപ്പ് ടോപ്പ് ഏറ്റവും ഭംഗിയായ രീതിയിൽ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ സൈഡ്സ് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുക. അടിഭാഗം ഒന്ന് മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ളതായ ക്രോപ്പ് ടോപ്പ് നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ളതായ അടിപൊളിയായിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പ് നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഇനി നമ്മളുടെ നെക്സ്റ്റ് വീക്കിൽ അടിപൊളി വീഡിയോസായിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോ ബൈ.